മലയാള സിനിമയിലെയും ബിഗ് ബോസിലെയും പടക്കുതിര അഖിൽ മാരാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ ഉറ്റ ചങ്ങാതിക്ക് നെഞ്ചോട് ചേർത്തൊരു ആശംസയുമായി താരം ഉണ്ണി മുകുന്ദൻ. ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വന്തം അധ്വാനം കൊണ്ട് വളർന്നുവന്ന അഖിലിന്റെ ജീവിതം ആഴത്തിൽ പ്രചോദനം നൽകുന്നതാണെന്ന് ഉണ്ണി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. പശ്ചാത്തലമില്ല, പിന്തുണയില്ല, കൈമുതലായുള്ളത് ഇച്ഛാശക്തി മാത്രം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഗോതയിലേക്കുള്ള അഖിലിന്റെ വരവ് ഒരു മാറ്റത്തിന്റെ തുടക്കമാണെന്ന് ആരാധകരും ഉറപ്പിക്കുന്നു. സോഡ വിൽക്കുന്നതും പഴക്കച്ചവടം നടത്തുന്നതുമായ അഖിലിന്റെ പഴയ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഉണ്ണിയുടെ വികാരനിർഭരമായ കുറിപ്പ്. ഇതൊന്നും കഷ്ടപ്പാടല്ല, അന്തസ്സാണ് കാണിക്കുന്നതെന്ന് ഉണ്ണി പറയുന്നു. വെള്ളക്കോളർ അംഗീകാരത്തിനായി കാത്തുനിൽക്കാതെ അധ്വാനിക്കാൻ തയ്യാറായ ഒരു യുവാവ് ഇന്ന് രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് നടന്നു കയറുന്നത് നിസ്സാര കാര്യമല്ല. ഒരു വഴികാട്ടിയുമില്ലാതെ, തലമുറകളായുള്ള രാഷ്ട്രീയ പാരമ്പര്യമില്ലാതെ ഈ രംഗത്തേക്ക് ഇറങ്ങാൻ അസാമാന്യ ചങ്കൂറ്റം തന്നെ വേണമെന്ന് ഉണ്ണി സാക്ഷ്യപ്പെടുത്തുന്നു. 10 വർഷം മുൻപ് സംവിധായകനാകാനുള്ള മോഹവുമായി കണ്ണുകളിൽ തീജ്വാലയുമായി നടന്ന അഖിലിനെ ഉണ്ണി ഓർത്തെടുക്കുന്നു. ബിഗ് ബോസ് ഷോയിലേക്ക് പോകുന്നതിന് മുൻപുള്ള അഖിലിന്റെ ആശങ്കകളും ഉണ്ണി പങ്കുവച്ചു. നിന്നിലൊരു വിജയിയെ കാണുന്നു, നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് അന്ന് ഉണ്ണി നൽകിയ ആത്മവിശ്വാസം വെറുതെയായില്ല. ഇറങ്ങുന്നിടത്തെല്ലാം പകുതി മനസ്സോടെയല്ല, പൂർണ്ണ ഹൃദയത്തോടെയാണ് അഖിൽ നിൽക്കാറുള്ളതെന്ന് ക്രിക്കറ്റ് മൈതാനത്തെ മാരാരുടെ പ്രകടനം ഉദാഹരണമാക്കി ഉണ്ണി വിവരിക്കുന്നു. സിനിമയും ബിഗ് ബോസും കഴിഞ്ഞു, ഇനി ജനങ്ങളുടെ ഇടയിലേക്കാണ്. ഈ പ്രായത്തിൽ ഇത്തരമൊരു തീരുമാനമെടുത്തത് അഖിലിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക ഘട്ടമാണെന്ന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. ആശയങ്ങളോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാകാം, എന്നാൽ വേദിയിലേക്ക് കടന്നുനിന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കാണിച്ച ധൈര്യത്തെ മാനിക്കണം. വിനയാനിത്വനായിരിക്കുക, ആ വിശപ്പ് കെടാതെ സൂക്ഷിക്കുക. രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങുന്ന കൂട്ടുകാരന് ഉണ്ണി നൽകുന്ന വിലപ്പെട്ട ഉപദേശം ഇതാണ്. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ഉണ്ണിയുടെ ഈ കുറിപ്പ് രാഷ്ട്രീയ സിനിമാ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ആദരവോടെയും സ്നേഹത്തോടെയും ഉണ്ണി നേർന്ന ഈ ആശംസ അഖിൽ മാരാരുടെ രാഷ്ട്രീയ ജീവിതത്തിന് വലിയൊരു ഊർജ്ജമാകുമോ എന്നതാണ് അറിയേണ്ടത്.